ഹലോ. ഇന്ന് ഇന്നൊരു വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ സ്കൂൾ വർക്കാണ്. അപ്പം ഏതിൻ്റെ സ്കൂളിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു ലെറ്റർ കിട്ടും. അപ്പോൾ ആ ലെറ്ററിൽ കുറേ സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വേണം നമ്മൾ വാങ്ങിക്കാനും. അത് സ്കൂള് 10-ാം തീയതിയാണ് തുറക്കുന്നത്. അപ്പോൾ സ്കൂള് തുറക്കുന്നതിന് മുന്നേ നമ്മളത് 8-ന് 8-ാം തീയതി, അതായത് നാളെയാണ്. നാളെ അത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ നാട്ടിലത്തെ പോലെയല്ല ജർമ്മനിയിൽ. ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഇതിൻ്റെ സ്കൂളിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തയക്കണേ എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാഗ്. ഇതിൻ്റെ ബാഗ് ഞങ്ങൾ കുറേ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കാം. നമുക്ക് വാങ്ങിച്ചിട്ടുള്ള ബാഗ് നമ്മൾ കിയോ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ. ഇത് ഒരു ജർമ്മൻ മെയ്ഡ്. ഇത് നമ്മൾ കിയോൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറേ സെർച്ച് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബാഗായിരുന്നു. ഇതിവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ആണ് ഈ ഒരു ഭാഗം വരുന്നത്. കണ്ടോ, നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഇതും ഒരു മാഗ്നറ്റിക്കാണ്. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി. പിന്നെ നമുക്ക് ടിഫിൻ ബോക്സ് വെക്കാനും വാട്ടർ ബോട്ടിൽ വെക്കാനും സെപ്പറേറ്റ് ഓരോ കമ്പാർട്ട്മെൻറ്റാണ്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ചൂടുള്ളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതങ്ങനെ നിൽക്കും. പിന്നെ ഇതിൽ വരുന്ന സാധനങ്ങൾ ഇതിൻ്റെ സ്കൂളിൽ ജിംനാസ്റ്റിക്കിനൊക്കെ ഇതിൻ്റെ കുപ്പായോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് എൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. പിന്നെ നമുക്ക് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 2 കളേഴ്സും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് നമുക്ക് റിഫ്ലക്ടർ ഉണ്ട്. അപ്പോൾ ഈവനിങ് രാത്രി ആയി കഴിയുമ്പോൾ ഇതിന് റിഫ്ലക്ഷൻ ഉണ്ട് ഈ ബാഗിന്. ഈ ബാഗിൻ്റെ കൂടെ ഒരു പെൻസിൽ ബോക്സ്, പെൻസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇത് വരുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇതിൽ ഇതിൻ്റെ ആർട്സ് റിലേറ്റഡ് ഇപ്പോൾ ഏതെനിക്ക് ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ച് പെൻസിലൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. ടൈം ടേബിൾ ഇതിൽ നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ ഇവിടെ സ്കെയിൽ വെക്കാം, പെന്ന് വെക്കാം. ഏതെങ്കിലും കുഞ്ഞു എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ വെക്കാം. ഇവിടെ ഹാംബർഗിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മഴ ഉള്ളത് കൊണ്ട് നമ്മൾ ബാഗിൻ്റെ ഒരു റെയിൻ കവർ ഉണ്ടാവും. അപ്പം ഈ ബാഗിൻ്റെ റെയിൻ കവറും ഒരു റിഫ്ലക്ടർ ഉള്ള സാധനമാണ്. ഇത് നല്ലൊരു മെറ്റീരിയൽ, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാഗിൻ്റെ സൈഡിൽ തന്നെ എങ്ങനെ വെച്ചെടുക്കാം. പിന്നെ വേറൊരു പ്രത്യേകത തോന്നിയത്, ഇപ്പം മക്കളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഈ ബാഗിൻ്റെ ഇവിടെ ബാക്ക് സൈഡിൽ കണ്ടോ, ഇവിടെ നമുക്ക് മക്കളുടെ ഹൈറ്റ് 110 സെൻറ്റിമീറ്റർ 120 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 122 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 സൈഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബാക്ക് ഇവിടെ ഭയങ്കര സപ്പോർട്ടായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ബാഗായത്. അതാണ് ഇതിൻ്റെ സ്കൂളിൽ നമ്മൾ ആദ്യം വാങ്ങിച്ച ഇതിൻ്റെ ബാഗ്. ഇത് കണ്ടോ, ഈ ഒരു ലിസ്റ്റ്. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ എഴുതനക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡോയ്ച്ചിലാണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു 2-3 പേരുകൾ വായിച്ചുതരാം. ബോസ്റ്റൺ പെൻസിൽ, അതായത് പെയിന്റിംഗ് ബ്രഷ് 2 എടുത്തല്ലോ അല്ലേ. ടൂഹ് ബെഷർ, വാഷ്മാൻ സ്റ്റിഫർ ഫോൺ സ്റ്റോക്ക്മാർ. എന്താ അത്? തപ്പി നോക്കാം. ഇതായിരുന്നു നമ്മളുടെ വാഷ്മാൽ സ്റ്റിഫർ ക്രയോൺസ്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ലിസ്റ്റിൽ ഇനിയുണ്ട് കുറച്ചൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഷെയർ ചെയ്യുമ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ ഇത് നമുക്ക് പാർട്ട് 1 ആയിട്ടും ബാക്കിയുള്ളതെല്ലാം നമുക്ക് പാർട്ട് 2 പോലെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.